ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായി സ്വർഗം നമ്മേവരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിനത്തിൻ്റെ എല്ലാ നന്മകളെ ഓർത്തും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. നമ്മുടെ രാജ്യത്തിൻ്റെ 74-ാം സ്വാതന്ത്ര്യ ദിനം നമ്മളിന്ന് ആഘോഷിക്കുകയായിരുന്നു. ഒപ്പം നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരത്തിൻ്റെ ദിനമാണിന്ന്. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിൽ നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് മറ്റേത് ദിവസത്തെക്കാളും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡത, നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർച്ചയും അഭിവൃദ്ധിയും ഇത് ലക്ഷ്യമാക്കിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവത്തിൻ്റെ ജനം എവിടെയെല്ലാം ഒരുമിച്ച് രാജ്യങ്ങൾക്ക് വേണ്ടി, ദേശാന്തരങ്ങൾക്ക് വേണ്ടി, ജനപദങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വലിയ മാറ്റങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ശക്തമായ പ്രവൃത്തികൾ വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവാനുഗ്രഹത്തിൻ്റെ പകർച്ച സ്വർഗം നൽകിയിട്ടുള്ള ചരിത്രമാണ് വേദപുസ്തകത്തിന് നമ്മോട് പറയുവാനുള്ളത്. ലോകത്തിൻ്റെ പല ദിക്കുകളിലായിരിക്കുന്ന നമ്മെ ഈ അൾത്താരയുടെ മുന്നിലേക്ക് ആത്മാവിൻ്റെ ഐക്യതയിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ആമോസ് പ്രവചനം 9-ാം അധ്യായം 8-ാമത്തെ വചനം വളരെ ഹൃദയസ്പർശിയായ വചനമാണത്. ഓരോ രാജ്യത്തിന്മേലും ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അപ്പം അതിനെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച്, ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ്. ഓരോ രാജ്യത്തിൻ്റെ മേലും ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. നമ്മുടെ സ്വന്തം രാജ്യമായ ഭാരതത്തിൻ്റെ മേൽ, ഭാരത ഗവൺമെന്റിൻ്റെ മേൽ, ഭാരത ജനതയുടെ മേൽ, നമ്മുടെ രാജ്യം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളുടെ മേൽ, നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടികൾ പതിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യ സന്നിധിയിൽ മുട്ടുമടക്കി നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ രാജ്യം മുഴുവനിലേക്കും ദൈവകൃപ ഒഴുകപ്പെടുന്ന സമയമാണിത്. ഞാൻ വിശ്വസിക്കുന്നു, മറ്റേത് നാളുകളേക്കാൾ ഉപരിയായി നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഭാരത രാജ്യത്തോട് നമ്മുടെ ദൈവമായ കർത്താവ് ഏറ്റവും അധികം അടുത്തുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധ വചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഖാബായ പുസ്തകത്തിലും എസ്തേറിന്റെ പുസ്തകത്തിലൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുന്നമേ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ഭാരതത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. 5 പ്രാവശ്യം ഇന്ത്യ 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 എന്ന് കർത്താവിൻ്റെ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ അരൂപി രേഖപ്പെടുത്തി. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുന്നമേ തന്നെ കർത്താവിൻ്റെ ഹൃദയത്തിൽ ഭാരതമുണ്ടായിരുന്നു. ആ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുവാനായിട്ട് ഒരുങ്ങാം. സഭയോട് എന്നതുപോലെ നമ്മുടെ വിശ്വാസം നമുക്ക് എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും കൂറും ദൈവസന്നിധിയിൽ പ്രകടമാക്കുവാൻ സ്വർഗം തന്നിരിക്കുന്ന സമയമാണിത്. നമ്മുടെ രാഷ്ട്രത്തലവന്മാർക്ക് വേണ്ടി, ഭാരത ജനതയ്ക്ക് വേണ്ടി, കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ഡിഫൻസ് സെക്ടേഴ്സിന് വേണ്ടി, ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേഷൻ സെക്ടറുകൾക്ക് വേണ്ടി, കാർഷിക മേഖല, വ്യവസായ മേഖല, എല്ലാ തലങ്ങൾക്കും വേണ്ടി ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം.
വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയ്ക്കേറെ അനുഗ്രഹീതനായ മാർപ്പാപ്പയായിരുന്നു. മാർപ്പാപ്പ ഇപ്രകാരം പറയുകയായിരുന്നു: ലോകത്തിൽ സമാധാനം സ്ഥാപിതമാകുവാൻ ഏറ്റവും നല്ലതും ഉറപ്പുള്ളതും ശക്തവുമായ മാർഗമെന്ന് പറയുന്നത് ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് വൻ ശക്തി സ്വീകരിക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ! എത്ര അർത്ഥവത്തായ വാക്കുകളാണ് മാർപ്പാപ്പയുടേത്. ലോകത്തിൽ മാത്രമല്ല, നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തിൽ സമാധാനമുണ്ടാകാൻ, നമ്മുടെ രാജ്യത്തിന് ഐശ്വര്യമുണ്ടാകാൻ, നമ്മുടെ രാജ്യത്തിന് എല്ലാവിധത്തിലുമുള്ള ഉയർച്ചയും നന്മയും ഉണ്ടാകാൻ ദിവ്യകാരുണ്യ ആരാധനയിൽ നിന്ന് ഒഴുകപ്പെടുന്ന ദൈവശക്തിയെ സ്വീകരിക്കുക എന്നുള്ളതാണ്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ജീവിക്കുന്ന ജീവനുള്ള കർത്താവ് പരിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വരുന്ന സമയം കുടുംബങ്ങളിലായിരിക്കുന്നവര് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, നമ്മളായിരിക്കുന്ന കുടുംബങ്ങളിൽ, നമ്മുടെ സമൂഹങ്ങളിൽ ഹൃദയം തുറന്ന് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും പ്രകടമാക്കിക്കൊണ്ട് നമ്മുടെ നാഥന്റെ മുൻപിൽ നമുക്കൊരുമിച്ച് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. ആരാധന ഗീതം നമ്മൾ പാടുകയാണ്. പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യീശ കടന്നു വരുന്നു. സാധിക്കുന്ന ഏവരും നിങ്ങളായിരിക്കുന്നിടത്ത് മുട്ടുകുത്തുക. ടെലിവിഷനിലൂടെയും ഓൺലൈനിലൂടെ എല്ലാം ഈ ആരാധന ശുശ്രൂഷയിൽ തത്സമയം പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും സാധിക്കുന്നവരൊക്കെ മുട്ടുകുത്തി കർത്താവിൻ്റെ സാന്നിധ്യം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ദേശങ്ങളിലേക്ക്, നമ്മുടെ സമൂഹങ്ങളിലേക്ക്, നമ്മുടെ രാജ്യത്തിലേക്ക് ഈ സാന്നിധ്യം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈശോയെ, ഈശോയെ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ചേർന്ന് പാടുന്നു. ആരാധന അങ്ങേക്ക്, ആരാധന, ആരാധന അങ്ങേക്ക്, ഹൃദയം തുറന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കൃപ തരണമേ, കരുണ കാണിക്കണമേ. ഇരു കരങ്ങളും യാചനാപൂർവം ദിവികാന്റെ സന്നിധിയിലേക്ക് നീട്ടിപ്പിടിച്ച് കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധിച്ചിടുന്നിതാ. അങ്ങയെ ഞങ്ങൾ ആരാധന, അങ്ങേക്ക് സ്വർഗീയ ദൂതരോട് ചേർന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പാടുന്നു. ഈശോ, ഈശോ, ആരാധന. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഈ നിയോഗങ്ങളെല്ലാം അവിടെ ഏറ്റെടുക്കണമേ, അവിടെ ആശീർവദിക്കണമേ, കരുണ കാണിക്കണമേ. ആരാധിച്ചിടുന്നിതാ, പാടി സ്തുതിക്കും. ആരാധന ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. ആരാധന ദിവ്യകാരുണ്യത്തിൽ നിന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, നമ്മുടെ ദേശത്തിലേക്ക്, രാജ്യം മുഴുവനിലേക്കും ദൈവശക്തി വ്യാപരിക്കുന്നു. ഹൃദയം തുറന്ന് പാടുന്നു. ആരാധന, ആരാധന, ആരാധന. ഈശോയെ, കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവ് പകരുന്ന അഭിഷേകം സ്വീകരിച്ചുകൊണ്ട്, കർത്താവ് നൽകുന്ന കൃപകളെ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ രാഷ്ട്ര തലവന്മാരെ നമുക്ക് സമർപ്പിക്കാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മറ്റു മന്ത്രിമാരെ എല്ലാം നമുക്ക് സമർപ്പിക്കാം. എല്ലാ ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവിൻ്റെ ജ്ഞാനത്താലും വിവേകത്താലും അവരെല്ലാം നിറയപ്പെടുവാൻ ഇരു കരങ്ങളും ഉയർത്തി നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും സുരക്ഷയ്ക്കുമായി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഒന്ന് ചേർന്ന് ഈശോ നാമം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, കൃപ ചൊരിയണമേ. കർത്താവേ, കരുണ കാണിക്കണമേ. അഭിഷേകം പകരണമേ. ഞങ്ങളുടെ രാജ്യത്തിന്റെ മേൽ കർത്താവേ കരുണ ചൊരിയണമേ. കൃപ വർഷിക്കണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക്, കഷ്ടതകളിലേക്ക്, ക്ലേശങ്ങളിലേക്ക് കർത്താവേ കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പാടുന്നു. ഈശോ, ആരാധന, ആരാധന, ആരാധന. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. ഇരു കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് യാചനാപുരം നീട്ടിപ്പിടിച്ച് കർത്താവ് പകരുന്ന കരുണയ്ക്ക് വേണ്ടി ഹൃദയം തുറന്ന് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. നമ്മുടെ രാജ്യം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും, സാമ്പത്തികമായ തലങ്ങളിലേക്ക്, കോവിഡ് മൂലം കഷ്ടപ്പെടുന്ന ജനലക്ഷങ്ങളിലേക്ക്, അവരെ പരിചരിക്കുന്നവരിലേക്ക്, എല്ലാ ആരോഗ്യ പ്രവർത്തകരിലേക്ക് കർത്താവിൻ്റെ മഹാകരുണ ഒഴുകപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ. സാധിക്കുന്നവരെല്ലാം ഇരു കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഉയർത്തിപ്പിടിച്ച് ദൈവകരുണ പെരുമഴ പോലെ പെയ്തിറങ്ങുവാൻ വേണ്ടി നമ്മൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ കരുണക്കടയിൽ മുക്കിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ കരുണ ചൊരിയണമേ, കർത്താവെ കൃപ വർഷിക്കണമേ, കർത്താവെ കരുണ കാണിക്കണമേ. എല്ലാം മറന്ന് നമ്മൾ വിശ്വാസത്തോടെ നമ്മുടെ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് ഇരുകരങ്ങളും ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈശോ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ചൊരിയണമേ, കരുണ വർഷിക്കണമേ. ദൈവകരുണ പെയ്തിറങ്ങട്ടെ ഞങ്ങളുടെ രാജ്യത്തിന്റെ മേലെ, ഞങ്ങളെ എല്ലാ ജനതകളുടെ മേലും കർത്താവെ കരുണ ചൊരിയണമേ. ഞങ്ങൾ രാജ്യം നേരിടുന്ന പ്രതിസന്ധികളിലേക്ക് കരുണ വർഷിക്കണമേ. ദുഃഖ ദുരിതങ്ങളിലേക്ക്, കഷ്ടതകളിലേക്ക്, ദുരിതങ്ങളിലേക്ക്, എല്ലാ ദുരന്തങ്ങളിലേക്കും കർത്താവെ കരുണ ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈശോയെ, ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കരുണ തോന്നണമേ. ആ ഈരടികൾ പാടി നമ്മൾ ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ കരുണയിലേക്ക് നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുക. നമ്മൾ ആയിരിക്കുന്നിടത്ത് ദൈവ കരുണയ്ക്ക് വേണ്ടി ഒരിക്കൽ കൂടെ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ഇന്ന് നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ഏക ഉത്തരം ദൈവത്തിൻ്റെ കരുണയാണ്. ദൈവ കരുണ ഒഴുകുന്നിടത്തെല്ലാം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുന്നു. അവിടെ പ്രതികൂലങ്ങൾ മാറിപ്പോകുന്നു. അവിടെ അനുഗ്രഹം ഒഴുകപ്പെടുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കുന്നു. സ്നേഹം വർദ്ധിക്കുന്നു. ഐക്യമുണ്ടാകുന്നു. സമാധാനം ഉളവാകുന്നു.
നമുക്ക് ഒരുമിച്ച് ഹൃദയം തുറന്ന് ഒരിക്കൽ കൂടെ കർത്താവെ കരുണ തോന്നണമേ എന്ന് നമ്മൾ നിലവിളിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. കരുണ തോന്നണേ, ഈശോ. എന്നിൽ അലിവു തോന്നണേ. ഈശോ, പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. കർത്താവേ കരുണ ചൊരിയണമേ. കരുണ തോന്നണേ, രാജ്യത്തോട് കരുണ കാണിക്കണമേ. അലിവു തോന്നണേ. അങ്ങയുടെ സ്നേഹം നിറഞ്ഞൊഴുകട്ടെ. പാപിയാണു ഞാൻ നാഥ, പാപിയാണു ഞാൻ. ഈ ആരാധന ശുശ്രൂഷയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അലസമായി മടുപ്പോടുകൂടെ ആരും ദൈവസന്നിധിയിലായിരിക്കരുത്. നമ്മുടെ കർത്താവിൻ്റെ വാഗ്ദാനം നമുക്ക് ഓർക്കാം. ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. 10,000-ങ്ങളാണ് ലോകത്തിന്റെ പല ദിക്കുകളിലിരുന്ന് ആത്മാവിൻ്റെ ഐക്യതയിൽ ഈ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് ദൈവം പ്രവർത്തിക്കും. നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ നന്മകള്, അനുഗ്രഹങ്ങള് സ്വർഗം പ്രദാനം ചെയ്യും. വിശുദ്ധ പൗലോസ് ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1-2 വചനങ്ങൾ. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്നു. എല്ലാ ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കു വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇത് ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ മുൻപിൽ സ്വീകാര്യവുമെത്രേ. എത്ര അർത്ഥവത്തായ വാക്കുകളാണ് വിശുദ്ധ പൗലോസിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ സമയം നമുക്ക് നൽകുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. രാജ്യത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരികൾക്ക് വേണ്ടി, രാജാക്കന്മാർക്ക് വേണ്ടി, ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി നാം എല്ലാം പ്രാർത്ഥിക്കണമെന്ന് ദൈവമായ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇതെന്തിനു വേണ്ടിയാണ്? 3-ാം വചനം പറയുകയാണ്, ഇത് നാം എല്ലാവരും സമാധാനത്തിലും ഐക്യതയിലേക്കും കടന്നു വരുവാൻ. നമുക്ക് ഈ സമയം നമ്മുടെ രാഷ്ട്രത്തിലെ തലവന്മാർക്കായിട്ട് പ്രാർത്ഥിക്കാം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാരെ, ലോകസഭയിൽ അംഗങ്ങള്, രാജ്യസഭയിൽ അംഗങ്ങള്, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭ, രാജ്യത്തിൻ്റെ നന്മയ്ക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുവാനുള്ള ജ്ഞാനവും അറിവും നിയമനിർമ്മാണ സഭയിലുള്ളവർക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒപ്പം ഈ അധികാരികളിലൂടെ എല്ലാം നമുക്ക് ദൈവം നൽകുന്ന നന്മകളെ ഓർത്ത് നമ്മൾ നന്ദി പറയണം. നമ്മുടെ പ്രധാനമന്ത്രിയെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റു മന്ത്രിമാരെ എല്ലാം കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവിക ജ്ഞാനത്താലും ദൈവിക വിവേകത്താലും രാജ്യത്തെ നയിക്കുവാൻ വേണ്ടി, ജനനന്മയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുവാൻ
നമ്മുടെ രാഷ്ട്ര തലവന്മാരെ കർത്താവിൻ്റെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മളൊരു നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ഇരുകരങ്ങളെ നമ്മൾ ദിവികാരുടെ സന്നിധിയിൽ ഉയർത്തിപ്പിടിക്കുക, എല്ലാവരും ഉയർത്തിപ്പിടിക്കുക. വിശുദ്ധ പൗലോസിന്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. രാജാക്കന്മാർക്കും ഉന്നത സ്ഥാനീയർക്കും വേണ്ടി നിങ്ങൾ ഇപ്രകാരം തന്നെ പ്രാർത്ഥിക്കുക. രാജ്യത്തിന് സമാധാനമുണ്ടാകാൻ, രാജ്യത്തിന് സുരക്ഷയുണ്ടാകുവാൻ, നമ്മുടെ രാജ്യം എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെടുവാൻ, ആത്മീയമായും ഭൗതികമായും ഇന്ത്യ മഹാരാജ്യം വളരുവാൻ, അനേകം ലോകരാജ്യങ്ങൾക്ക് നമ്മുടെ രാജ്യം മാതൃകയായി തീരുവാൻ നമ്മുടെ രാഷ്ട്ര തലവന്മാരെ സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി നമ്മൾ ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതിക്കുന്നു. ഞാൻ രാജ്യ തലവന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ രാഷ്ട്രപതിയെ, ഉപരാഷ്ട്രപതിയെ കർത്താവേ അനുഗ്രഹിക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഞാൻ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ, ജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ, കൃപ കൊണ്ട് നിറയ്ക്കണമേ. ഭാരത ജനതയെ കൃത്യമായി നയിക്കുവാനുള്ള ഉത്തമമായ ജ്ഞാനം കൊടുക്കണമേ, ഉഗ്ര ദൃഷ്ടി കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കുക. എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, രാജ്യസഭയിൽ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടെയെല്ലാം ദൈവത്തിന്റെ കരുണ ഒഴുകട്ടെ, ദൈവകൃപ ഒഴുകട്ടെ, ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടട്ടെ. ഒരിക്കൽ കൂടെ സ്തുതിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, അഭിഷേകം പകരണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ശാന്തിയിൽ നിറഞ്ഞിടട്ടെ, നമ്മുടെ രാജ്യം മുഴുവനും സ്നേഹത്തിൽ വളർന്നിടട്ടെ, പരസ്പരമുള്ള സ്നേഹത്തിൽ ശാന്തിയിൽ നിറഞ്ഞിടട്ടെ. അസ്വസ്ഥതയും അനൈക്യവും വിഭാഗീയ ചിന്തകളും മാറിപ്പോകുവാൻ എന്റെ ഭാരത ഈശോ കൃപ തരണമേ. ജ്ഞാനത്തിൽ നിറഞ്ഞിടട്ടെ. വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ വീണ്ടും ദൈവജനത്തോട് പറയുന്നുണ്ട്. റോമാക്കാർക്ക് ഇത് ലേഖനം 13-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ, ഓരോരുത്തരും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ, എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല. നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അധികാരികളെ നാം സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള ആലോചനയാണ് ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ അരൂപി നമുക്ക് ഓരോരുത്തർക്കും നൽകുന്നത്. ഈ സമയം നമ്മൾ ഭാരതത്തിൻ്റെ 28 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. 8ഓളം കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മൾ അധിവസിക്കുന്ന നമ്മുടെ കേരളമാകുന്ന സംസ്ഥാനത്തെ നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം. സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മുഖ്യമന്ത്രി, മറ്റു മന്ത്രിമാര്, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം നേരിടുന്ന ഈ കോവിഡ് പ്രതിസന്ധികളെല്ലാം ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി, കോവിഡ് ബാധിച്ചവർക്ക് വേണ്ടി, അവരെ പരിചരിക്കുന്നവർക്ക് വേണ്ടി, അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, പോലീസ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി നമുക്കെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണ ഒഴുകപ്പെടുവാൻ കേരള സംസ്ഥാനത്തെ നമ്മൾ സമർപ്പിക്കുകയാണ്. ഇവിടെ സമാധാനമുണ്ടാകാൻ, വർഗീയ ചിന്തകളെല്ലാം മാറിപ്പോകാൻ, സാഹോദര്യം വർദ്ധിക്കാൻ, ഐക്യം വർദ്ധിക്കാൻ, കെട്ടുറപ്പ് വർദ്ധിക്കാൻ, ഒരുമ വർദ്ധിക്കാൻ, ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാകാൻ ദൈവസന്നിധിയിൽ നമ്മളെല്ലാവരും നമ്മുടെ സംസ്ഥാനം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലേക്കും എല്ലാ അസ്വസ്ഥതകളിലേക്കും ദൈവത്തിന്റെ കൃപ കടന്നു വരുവാൻ നമ്മൾ ഒരിക്കൽ കൂടെ കരമുയർത്തി ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കേരളത്തോട് കരുണ കാണിക്കണമേ, കേരളത്തോട് കരുണ കാണിക്കണമേ. കർത്താവേ, കോവിഡ് മൂലം കഷ്ടപ്പെടുന്നവരെ, പ്രളയക്കെടുതി മൂലം കഷ്ടപ്പെടുന്നവരെ,
ഈ സംസ്ഥാനത്ത് കരുണ കാണിക്കണം കർത്താവേ. കേരള ജനതയോട് കരുണ കാണിക്കണം കർത്താവേ. കർത്താവേ, കരുണ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ വിളിക്കുക. കർത്താവേ, കരുണ ചൊരിയണമേ, കരുണ വർഷിക്കണമേ. ഈശോ, മറ്റു സംസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ സമാധാനം ഉണ്ടാകട്ടെ, ആനന്ദമുണ്ടാകട്ടെ, പ്രതികൂലങ്ങൾ മാറിപ്പോകട്ടെ. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, കാശ്മീർ, പുതുച്ചേരി, നാഗർ ഹവേലി, ആൻഡമാൻ, നിക്കോബാറും, ചണ്ഡീഗഡ്, സ്നേഹത്തിൽ വളർന്നിടട്ടെ എന്റെ ഭാരതം, ശാന്തിയിൽ നിറഞ്ഞിടട്ടെ എല്ലാ സംസ്ഥാനങ്ങളിലും ദൈവസ്നേഹത്തിൽ വളർന്നിടട്ടെ, എല്ലാ പ്രതിസന്ധികളും മാറട്ടെ, പ്രതികൂലങ്ങൾ മാറട്ടെ, നിറഞ്ഞിടട്ടെ. 28ഓളം സംസ്ഥാനങ്ങൾക്ക് വേണ്ടി, ഭാരതത്തിൽ 8ഓളം കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടെ നമ്മൾ വലതുകര ഉയർത്തിപ്പിടിക്കുക. അവിടെയെല്ലാം സ്നേഹം നിറയട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. മറ്റ് സംസ്ഥാനങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിലേക്ക്, സാമ്പത്തികമായ തകർച്ചകളിലേക്ക്, തൊഴിലില്ലായ്മകള്, മറ്റു പലവിധ പ്രശ്നങ്ങള്, ഈ തലങ്ങളിലേക്കെല്ലാം ദൈവത്തിന്റെ കരുണ ഒഴുകപ്പെടുക, ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരുക, ദൈവ സാന്നിധ്യം വ്യാപരിക്കുക, ഈ പ്രതിസന്ധികളെല്ലാം പരിഹരിക്കപ്പെടുക, കർത്താവിന്റെ കൃപയുടെ കരം നീട്ടപ്പെടുക, എല്ലാവർക്കും ദൈവത്തിന്റെ പരിപാലന അനുഭവവേദ്യമാകുക. വലതുകരം ഉയർത്തി നമ്മൾ 3 പ്രാവശ്യം സ്നേഹത്തോടെ ഉച്ചത്തിൽ ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈശോയെ, ഈശോ, 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 കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. എല്ലാ സംസ്ഥാനങ്ങളിലേക്കും അത് ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരെ, മറ്റു മന്ത്രിമാരെ, രാഷ്ട്രീയ പ്രവർത്തകരെ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ, എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ദൈവകൃപ ഒഴുകപ്പെടട്ടെ, ദൈവകരുണ ഒഴുകപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണ ചൊരിയണമേ, കരുണ ചൊരിയണമേ. കർത്താവേ, കൃപാകടാശം ഉണ്ടാകട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. വീണ്ടും നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ പൗലോസ് ദൈവജനത്തോട് പറയുന്ന വാക്കുകൾ, ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഉന്നത സ്ഥാനീയരെ, ഹൈ ഒഫീഷ്യൽസ്. നമുക്ക് ഉത്തരവാദിത്വമുണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒഫീഷ്യൽസിനെല്ലാം പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇന്ത്യയുടെ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാ IASകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ജില്ലാ കളക്ടേഴ്സ്, മറ്റു വകുപ്പുകളിൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ ജോലി ചെയ്യുന്ന ഉന്നത സ്ഥാനീയരെ, അവരെല്ലാം ദൈവിക ജ്ഞാനം കൊണ്ട് നിറയാൻ പ്രാർത്ഥിക്കണം. ജനനന്മയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളും തീരുമാനങ്ങളെല്ലാം അവരിൽ സംഭവിക്കാൻ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുക, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. അതുപോലെ ഇന്ത്യൻ ഫോറിൻ സർവീസിന് വേണ്ടി, ആ സെക്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ത്യൻ പോലീസ് സർവീസിന് വേണ്ടി, എല്ലാ IPSകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ കൃപ കടന്നു വരാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. IAS, IFS, IPS, ഈ സെക്ടറുകളിലെല്ലാം ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ജനനന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരായി മാറാൻ, രാജ്യത്തിൻ്റെ പുരോഗതി മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ, അവിടെയെല്ലാം സ്നേഹമുണ്ടാകാൻ, ഐക്യമുണ്ടാകാൻ നമുക്ക് ഒരുമിച്ച് ഈ സെക്ടറുകളെല്ലാം സമർപ്പിച്ച് വലതുകരം ഉയർത്തി നമ്മൾ ഒരുമിച്ച് തീഷ്ണതയോടെ ദിവ്യ കാരുണ്യത്തിൽ നിന്ന് കർത്താവ് തൻ്റെ ശക്തി പകരുന്ന സമയമാണ് പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കുക. ഇത് നമ്മുടെ വിഷയമാണ്, ഇത് നമ്മുടെ നിയോഗമാണ്. നമ്മൾ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് സ്വർഗത്തിന്റെ പദ്ധതിയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് വലതുകരം ഉയർത്തി നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ,
കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ, കൃപ ചൊരിയണമേ. ഉന്നത സ്ഥാനീയരുടെ കരുണ കാണിക്കണമേ. ഈ സെക്ടറിലേക്ക് അഭിഷേകം പകരണമേ. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനത്തിൽ വളർന്നിടട്ടെ, കർത്താവേ അറിവിനാൽ നിറഞ്ഞിടട്ടെ. എല്ലാ ഐഎഎസുകാരും ഐഎഫ്എസുകാരും ഐപിഎസുകാരും വളർന്നിടട്ടെ, ദൈവീക ജ്ഞാനം കൊണ്ട് നിറയട്ടെ. അറിവിനാൽ നിറഞ്ഞിടട്ടെ. നമുക്ക് വീണ്ടും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഡിഫൻസ് സെക്ടറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. രാജ്യത്തെ പ്രതിരോധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യത്തിൻ്റെ നിർണായകമായ ശക്തിയാണ് ഡിഫൻസ്. കരസേനയ്ക്ക് വേണ്ടി, നാവികസേനയ്ക്ക് വേണ്ടി, വ്യോമസേനയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാ പാരാമിലിറ്ററി ഫോഴ്സിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അവിടെയെല്ലാം കർത്താവിൻ്റെ ജ്ഞാനം നിറയണം. ദൈവത്തിൻ്റെ അഭിഷേകം ഡിഫൻസിലേക്ക് എല്ലാം വരാൻ. രാജ്യസുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ വളരെ ത്യാഗം സഹിച്ചും കഷ്ടപ്പെട്ടും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. അവരെല്ലാം ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങി. നമ്മുടെ സഹോദരങ്ങളാണ്. രാജ്യത്തോടുള്ള നമ്മുടെ സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ട് ഡിഫൻസ് സെക്ടറിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. വലതുകരം നമുക്ക് എല്ലാവർക്കും ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം. ദൈവസന്നിധിയിൽ നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്തി, കർത്താവേ ഞാൻ ഡിഫൻസിനെ അനുഗ്രഹിക്കണമേ, വ്യോമസേനയെ, നാവികസേനയെ, കരസേനയെ കർത്താവെ അനുഗ്രഹിക്കണമേ, ആ മന്ത്രാലയത്തെ അനുഗ്രഹിക്കണമേ. കർത്താവിന് മുമ്പിൽ കരമുയർത്തി നമ്മൾ ഒരിക്കൽ കൂടെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ചൊരിയണമേ, അഭിഷേകം പകരണമേ. ഞാൻ ഡിഫൻസ് സെക്ടർ ഏറ്റെടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവശക്തി നിറയട്ടെ, ദൈവശക്തി നിറയട്ടെ, ദൈവിക ജ്ഞാനം നിറയട്ടെ. ഞാൻ രാജ്യത്തെ സ്നേഹിക്കാം, ഞങ്ങൾ രാജ്യത്തെ സ്നേഹിക്കാം, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, ഞങ്ങൾ ഉണർത്തണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. Pray for India, pray for India, pray for India. ആമേൻ. Pray for India, pray for India. നമ്മുടെ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ടൊക്കെ പാടുകേ. Tera India, Tera India. കർത്താവേ, കർത്താവേ കരുണ ചൊരിയണമേ, Pray for India, കർത്താവേ കൃപ pray for ചൊരിയണമേ. India, pray for India. നമുക്ക് വീണ്ടും കർത്താവിന്റെ സന്നിധിയിലെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന്റെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാം താറുമാറായി കിടക്കുകയാണ്. വലിയ തകർച്ചയിലാണ് കാർഷിക മേഖല. കോവിഡ് മൂലവും പ്രളയക്കെടുതി മൂലവും മറ്റ് പ്രകൃതിക്ഷോഭങ്ങൾ മൂലം നമ്മുടെ കർഷകർക്ക് വിളവെടുക്കാൻ പറ്റുന്നില്ല. ഒരുപാട് പ്രതിസന്ധിയിലാണ് ഭാരതത്തിലെ കർഷകർ. കേരളത്തിൽ മാത്രമല്ല, ഭാരതം മുഴുവനുള്ളൊരു പ്രതിഭാസമാണിത്. കാർഷിക മേഖലയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അവിടെയെല്ലാം ദൈവത്തിന് ഇടപെടലുകൾ ഉണ്ടാകണം. അവിടെയെല്ലാം ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരണം. ഒരുപാട് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, സാമ്പത്തിക പ്രതിസന്ധിയിൽ കടക്കണിയിലായി പോകുന്നു. കാർഷിക മേഖലയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഒപ്പം വ്യവസായ മേഖല, പ്രത്യേകിച്ച് കോവിഡിന്റെ ഈ സമയത്ത് ഒരുപാട് വ്യവസായങ്ങൾ തകർന്നു പോയി, ബിസിനസ്സുകൾ പൂട്ടി, പല സ്ഥാപനങ്ങളും വലിയ നഷ്ടത്തിലായി. ജനലക്ഷങ്ങൾ ഇന്ന് കടുത്ത പ്രതിസന്ധിയിലും കണ്ണുനീരിലുമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ വ്യവസായ രംഗം ശക്തിപ്പെടുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയെല്ലാം ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. അവിടെയെല്ലാം ദൈവത്തിന് ശക്തമായ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. നമ്മുടെ രാജ്യത്തിൻ്റെ സാങ്കേതിക മേഖലകളിലെല്ലാം വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി നമ്മോട് പറഞ്ഞു, അധികം താമസിയാതെ കോവിഡിനുള്ള വാക്സിൻ എല്ലാവർക്കും ലഭ്യമാകുന്നു.
നമ്മുടെ രാജ്യത്തിന് വലിയൊരു നേട്ടമാണത്. നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് അനുസൃതമായിട്ടുള്ള സാങ്കേതികമായ നന്മകളും മേന്മകളും ഉണ്ടാകാൻ നമുക്ക് ഈ വിഷയത്തിന് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. വിദ്യാഭ്യാസ രംഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. വലിയ തകർച്ചയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ആശങ്കകള്. അവരുടെ അധ്യയന വർഷം നഷ്ടപ്പെടുന്നു. അവരുടെ ഭാവി എന്താകും, പഠനം എന്താകും, മുൻപോട്ടുള്ള കാര്യങ്ങൾ എന്താകും. നമ്മൾ അനേകരിന്ന് ആകുല ചിത്തരാണ്. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നമ്മുടെ ഈ ആകുലതകളെല്ലാം, നമ്മൾ നേരിടുന്ന ഈ പ്രതിസന്ധികളെല്ലാം ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിക്കുക. കർത്താവിന്റെ കരുണയിലേക്ക് സമർപ്പിക്കുക. വലിയ മാറ്റങ്ങൾ ദൈവത്തിന് നൽകുവാൻ കഴിയും. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഈശോ പറഞ്ഞു, വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. ദിവ്യകാരുണ്യം ഒഴുകപ്പെടുന്ന കർത്താവിന്റെ കരുണയുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ തലങ്ങളെല്ലാം സമർപ്പിച്ച് ഇരുകരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുക. നമ്മുടെ രാഷ്ട്രപിതാവ് പറഞ്ഞു, ഭാരതത്തിന്റെ ആത്മാവ് ഭാരതത്തിന്റെ ഗ്രാമങ്ങളിലാണ്. അത്രമാത്രം പ്രാധാന്യമുണ്ട് കാർഷിക മേഖലയ്ക്ക്. കാർഷിക മേഖലയെയും വ്യവസായ മേഖലകളെയും സാങ്കേതിക മേഖലകളെയും വിദ്യാഭ്യാസ രംഗത്തെയും മറ്റെല്ലാ തലങ്ങളെയും കർത്താവായ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ തലങ്ങളിലേക്കെല്ലാം ദൈവകൃപ കടന്നു വരുവാൻ, ദൈവശക്തി വ്യാപരിക്കുവാൻ എല്ലാം മറന്ന് നമ്മൾ ആരും ശ്രദ്ധിക്കേണ്ട. നമ്മുടെ രാജ്യത്തെ സ്നേഹിച്ചുകൊണ്ട് ഈശോ നൽകുന്ന വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവകരുണയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് എന്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, എന്റെ ബഹുമാനപ്പെട്ട സമർപ്പിതരെ, വന്യ വൈദികരെ, നമുക്ക് ഒരുമിച്ച് ഒരു മനസ്സോടെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയേ, 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 ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു, 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 ഈശോയേ, ഏറ്റെടുക്കണമേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു, 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 ഹല്ലേലൂയ, 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 സ്തുതിക്കുന്നു, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരുണ വർഷിക്കണമേ. കർത്താവേ, കൃപ ചൊരിയണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. തിരുരക്തത്താലെന്നെ കഴുകണമേ, തിരുച്ചോരത്തുള്ളിയ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. തിരുരക്തത്താലെന്നെ കഴുകണമേ, തിരുച്ചോരത്തുള്ളിയ കഴുകണമേ. തിരുരക്തത്താലെ തിരുച്ചോരയാലെ ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ, ഞങ്ങളെ പൂർണ്ണമായി കഴുകണമേ. സാധിക്കുന്ന എല്ലാവരും ദിവ്യകാരുണ്യ സന്നിധിയിൽ ഒരിക്കൽ കൂടെ മുട്ടുമടക്കുകയാണ്. ഈ ആരാധന ശുശ്രൂഷയുടെ സമാപന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ കൂടിയാണെന്ന് നമ്മുടെ അമ്മയോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. നോഹയുടെ കാലത്ത് ജലപ്രളയമുണ്ടായപ്പോൾ ദൈവമായ കർത്താവ് നോഹയോട് പറഞ്ഞു, നോഹ, നീ ഒരു പെട്ടകം നിർമ്മിക്കണം, നീയും കുടുംബവും അതിൽ പ്രവേശിക്കണം. ലോകത്തിലുണ്ടായ വിനാശത്തിന്റെ വലിയ തകർച്ചയുടെ നാളുകളിൽ നോഹയെയും കുടുംബത്തെയും ദൈവം സംരക്ഷിക്കുകയാണ്. പ്രതിസന്ധികൾ നിറഞ്ഞ പലവിധത്തിലുള്ള വിനാശങ്ങളും തകർച്ചകളുമുള്ള ഈ കാലഘട്ടത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധ ത്രിത്വം തന്നിരിക്കുന്ന
രക്ഷയുടെ പെട്ടകമാണ് പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ ഭാരത രാജ്യത്തെയും നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ അധികാരികളെയും എല്ലാ സംവിധാനങ്ങളെയും നമ്മുടെ രാജ്യം നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും നമ്മുടെ രാജ്യത്തിൻ്റെ സകലവിധ ആവശ്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ത്രിയേക ദൈവത്തിന് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഒപ്പം ഭാരതത്തിലുള്ള പല വിധത്തിലുള്ള മതങ്ങൾ, മത നേതാക്കൾ, മതസ്പർദ്ധയെല്ലാം മാറി സ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ, നന്മയുടെ ഫലങ്ങൾ ഉളവാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഭാരത സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ അഭിനന്യ പിതാക്കന്മാർക്ക് വേണ്ടി, വന്യവൈദികർക്ക് വേണ്ടി എല്ലാം ഈ സമയം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ത്രിയേക ദൈവത്തിന് ഈ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകൾ ഏറെ വിശ്വാസത്തോടെ ചൊല്ലി നമ്മുടെ അമ്മയ്ക്ക് ഇതെല്ലാം സമർപ്പിക്കുകയാണ്. അമലോത്ഭവ മാതാവേ, ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ള മാമോദീസായുടെ വാഗ്ദാനങ്ങളും അനുഷ്ഠാനങ്ങളും ഞങ്ങൾ പുതുക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നു. തിന്മയെ ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. ഞങ്ങളെയും ഞങ്ങളുടെ മാതൃരാജ്യമായ ഇന്ത്യയെയും ഞങ്ങളുടെ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, എല്ലാ മന്ത്രിമാരും, മുഖ്യമന്ത്രിമാർ, ഗവർണർമാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, മതനേതാക്കൾ, കുടുംബങ്ങൾ, യുവജനങ്ങൾ, കുട്ടികൾ തുടങ്ങിയവരെയും ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളോടുമൊപ്പം അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. ഈ രാജ്യത്തുള്ള എല്ലാ വിഭവങ്ങളെയും ഞങ്ങളുടെ രാജ്യത്തിന്റെ ഭാവി, ഭൂത, വർത്തമാന കാലത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും അതിന്റെ ക്രമീകരണങ്ങളെയും തീരുമാനങ്ങളെയും ദൈവമഹത്വത്തിനായി വേണ്ട വിധം പ്രയോജനപ്പെടുത്തുവാൻ ഞങ്ങൾ ഈ നിയോഗങ്ങളെയെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആമേൻ. ഒരിക്കൽ കൂടെ ദിവ്യകാരുണ്യ സന്നിധിയിലെ ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് നമ്മൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടെ ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിക്കുക. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന്റെ ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി, രാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി, മത നേതാക്കൾക്ക് വേണ്ടി, വിവിധങ്ങളായ ജനസമൂഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 130 കോടി ജനങ്ങളുണ്ട് നമ്മുടെ ഭാരതത്തിൽ. 6 ലക്ഷം ഗ്രാമങ്ങളുണ്ട്. 8000-ഓളം പട്ടണങ്ങളുണ്ട്. ഈ തലങ്ങളെല്ലാം നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട രാജ്യമായി ഭാരതം മാറുവാൻ, സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും അടയാളമായി നമ്മുടെ രാജ്യം പ്രകാശിതമാകുവാൻ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി നമ്മൾ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിച്ച് നമ്മൾ ഒന്ന് ചേർന്ന് ഒരു മനസ്സോടെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ, അഭിഷേകം പകരണമേ. സ്തുതിക്കുന്നു. ദിവ്യകാരുണ്യ ആശീർവാദിക്കുന്ന ഈ സമയത്ത്, കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്ന സമയത്ത്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, രാഷ്ട്ര തലവന്മാർക്ക് വേണ്ടി, നമ്മുടെ സഭയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ എല്ലാ നിയോഗങ്ങൾക്ക് വേണ്ടി കർത്താവിൽ നിന്ന് കൃപകളെ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കൽ കൂടെ വിളിക്കുന്നു. ഈശോയേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൃപ ചൊരിയണമേ. ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കുന്നു. കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. ദേശാന്തരങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. ഇത് രാജ്യം മുഴുവനിലേക്ക് വ്യാപരിക്കുന്നു.
ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ആരാധന ആരാധന. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, Pray for India. ഈശോ. Pray for India. കർത്താവേ കൃപ ചൊരിയണമേ, Pray for India. കൃപ ചൊരിയണമേ. Pray for India. Pray for India. ഞങ്ങൾ കാണിച്ച കാരുണ്യത്തിനായി നന്ദി കർത്താവേ. India, Tera India. ഞങ്ങൾ അനുഗ്രഹിച്ച നല്ല ദൈവമേ, ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിച്ച ദൈവമേ, Pray for India. Pray for India. ഈശോയെ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.